ഉത്തർപ്രദേശ് സ്വദേശിയായ ഹരീഷ് റാണയ്ക്ക് ദയാവധത്തിന് അനുവാദം നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി. 2013 ഹോസ്റ്റലിൻ്റെ 4ാം നിലയിൽ നിന്ന് വീണാണ് ഹരീഷ് കിടപ്പിലായത്. 13 വർഷത്തെ മരണതുല്യമായ അവസ്ഥയിൽ നിന്ന് യഥാർത്ഥ മരണത്തിലേക്ക് ഹരീഷിന് ഇനി പോകാം. ഈ സമയം ഓർമ്മയിലേക്ക് വരുന്ന ഒരു പേരുണ്ട്, അരുണ ഷാൻബാഗ്. നീണ്ട 42 വർഷം ഓർമ്മയേറ്റ് കിടപ്പിലായി പോയ ഒരു പാവം മനുഷ്യ സ്ത്രീ. 1973 മുംബൈയിലെ കിങ് എഡ്വേർഡ് മെമ്മോറിയൽ ആശുപത്രി, അവിടെ നഴ്സായിരുന്നു അരുണ ഷാൻബാഗ് എന്ന 25-കാരി. ജോലി കഴിഞ്ഞ് വസ്ത്രം മാറുന്നതിനിടെ ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാരനായ സോഹൻലാൽ ഭർത്ത വാൽമീകി അരുണയെ ആക്രമിച്ചു. നായക്കിടുന്ന ചങ്ങല അവളുടെ കഴുത്തിൽ കുരുക്കി വലിച്ചു. ലൈംഗിക പീഡനത്തിനും ഇരയാക്കി. 11 മണിക്കൂറുകൾക്ക് ശേഷമാണ് രക്തത്തിൽ കുളിച്ച നിലയിൽ അരുണയെ ആശുപത്രി ജീവനക്കാർ കണ്ടെത്തിയത്. കഴുത്ത് ഞെരിഞ്ഞ് തലച്ചോറിലേക്കുള്ള ഓക്സിജൻ പ്രവാഹം നിലച്ചിരുന്നു. ശരീരം തളർന്ന് കാഴ്ച നഷ്ടപ്പെട്ട് സംസാരിക്കാനാവാതെ അരുണ മരണതുല്യമായ അവസ്ഥയിൽ. പ്രതി പിടിയിലായി 14 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടു. തെളിയിക്കപ്പെട്ടത് പക്ഷേ കൊലപാതക ശ്രമവും കവർച്ചയും മാത്രം. അവൾ കേൾക്കേണ്ടി വന്ന പീഡനം അന്നത്തെ നിയമത്തിൽ ബലാത്സംഗത്തിൻ്റെ പരിധിയിൽ വരുമായിരുന്നില്ല. സഹോദരങ്ങളും വിവാഹമുറപ്പിച്ചിരുന്ന ഡോക്ടറുമൊക്കെ ഘട്ടം ഘട്ടമായി അരുണയെ ഉപേക്ഷിച്ചു. പക്ഷേ കരുതലിൻ്റെ കൂടൊരുക്കി അവളെ ആശുപത്രി ജീവനക്കാർ ദത്തെടുത്തു. പൊന്നുപോലെ അവർ നോക്കി. നീണ്ട 42 വർഷത്തെ കിടപ്പിൽ ഒരു പോറൽ പോലും അവിടെ ശരീരത്തിലുണ്ടായില്ല. യാതൊന്നും അറിയാതെ അരുണയെ 2009 പിങ്കി വിരാനി എന്ന മാധ്യമപ്രവർത്തകയാണ് അരുണയ്ക്ക് ദയാവധം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. അരുണയുടെ ജീവിതം പുസ്തകമാക്കിയതും പിങ്കി തന്നെ. എന്നാൽ ആശുപത്രിയിലെ നഴ്സുമാർ അതിനെ എതിർത്തു. ഞങ്ങളിൽ ഒരുവളാണവൾ, ഞങ്ങൾക്ക് അരുണയെ കൊല്ലാനാവില്ല എന്നവർ തീർത്തു പറഞ്ഞു. ദയാവധം എന്ന ആവശ്യം 2011 സുപ്രീം കോടതി തള്ളി. പക്ഷേ ഇന്ത്യയിൽ ദയാവധം നിയമപരമാക്കുന്നതിനുള്ള നടപടികൾക്ക് അന്ന് തുടക്കം കുറിക്കപ്പെട്ടു. 2018 റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി എന്നത് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 പ്രകാരം ഫണ്ടമെന്റൽ റൈറ്റായി. 2023 ജനുവരിയിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ കുറച്ചുകൂടി ലളിതമാക്കി. അത് പ്രകാരമുള്ള ആദ്യ ദയാവധ അനുമതിയാണ് ഇപ്പോൾ ഹരീഷ് റാണയ്ക്ക് ലഭിച്ചത്. 2015 ന്യൂമോണിയ പിടിപെട്ടാണ് അരുണ ഷാൻബാഗിൻ്റെ മരണം. വലിയൊരു നിയമമാറ്റത്തിലൂടെ നമ്മുടെ രാജ്യം സഞ്ചരിക്കുമ്പോൾ 42 വർഷത്തെ അരുണയുടെ മരണതുല്യമായ ജീവിതം നമുക്ക് മറക്കാനാവില്ലല്ലോ.